ചെയ്ത്. അപ്പം നമുക്ക് ആസ്തിയായി. പക്ഷേ ഇനി വേറെ ഒരു ഇതുപോലെ തന്നെ യഹൂദനല്ലാത്ത ഒരാളെ കാണുന്നുണ്ട് കർത്താവ്. അതൊരു യഹൂദ പ്രമാണി വന്നിട്ട് ശതാധിപനോട് പറയും, ശതാധിപനെ കുറിച്ച് പറയും, ഈ ശതാധിപൻ എന്ന് പറയുന്ന ആളിൻ്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ്. എന്നിട്ട് 2 കാര്യം പറയും. എന്താ പറയണത് ശതാധിപനെ കുറിച്ച്? ഒന്ന് വായിച്ചോളൂ. 5:7-5 യൂക്കാൻ്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 7:5. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാ സംഭവം. ആ ശതാധിപനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കണത് ഇങ്ങനെയാണ്. എന്തെന്താണ് ഈ യഹൂദ പ്രമാണി വന്ന് ഈശോയോടൊക്കെ പറയണ 2 കാര്യങ്ങളാണ്. എന്താണ്? ലൂക്ക 7:5 എന്താ പറയണത്? 1, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, മനുഷ്യപ്പറ്റുള്ള ആളാണെന്ന്. 2ാമത്തെ എന്താ? നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും നമുക്കൊരു പ്രാർത്ഥനാലയം പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. കണ്ട, അയാൾക്ക് ആസ്തിയുണ്ട്. അയാൾ 0 ബാലൻസിലുള്ള ആളല്ല. നമുക്ക് ആസ്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ജാൻസി ജോണിക്ക് ആസ്തിയുണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് വരുമ്പോൾ നല്ല ആസ്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ആസ്തി കൊണ്ടത്. ഇപ്പം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിലേ, ഇപ്പം മാതാവിൻ്റെ മധ്യസ്ഥത്തിലല്ലേ നിങ്ങൾ ഇത് ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പം നിങ്ങളെ കാണുമ്പോൾ മാതാവിനെ റെക്കമെൻഡ് ചെയ്യണം. ഇവള് നല്ല സ്ത്രീയാണ്, ഇവള് നല്ല സ്ത്രീയാണ്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, പാവത്തങ്ങളെ കാണുമ്പോൾ കാരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആസ്തി ഭദ്രതയുള്ളവരായിരിക്കണം. മനസ്സിലായ? വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ ഉടമ്പടിയോടുകൂടി നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചിരിക്കും. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് മകളെ കെട്ടിക്കുക, അല്ലെങ്കിൽ മകന് PR കിട്ടുക, വസ്തു വിൽക്കുക മാത്രമുള്ള കലാപരിപാടിയാണെങ്കിൽ ദൈവത്തെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. വൈ ഷുഡ് ഐ ഹെൽപ്പ് യു? അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയിൽ വലിയ മാറ്റങ്ങൾ, കാര്യം ഉടമ്പടിയേക്കാൾ വലിയ കാര്യം ദൈവത്തിന് ചെയ്യാനില്ല. അപ്പോൾ ആ ഉടമ്പടി കറക്റ്റായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്, അഭിഷേകത്തോടെയാണ്, ആത്മാർത്ഥതയോടെയാണ്, വിശ്വസ്തയോടെയാണ്. നമ്മുടെ ജോഷുവ 24:14 അനുസരിച്ച് സത്യസന്ധതയുണ്ട്, വിശ്വസ്തതയുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒത്തിരി കാറിപ്പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. സത്യസന്ധയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം സത്യമായതുകൊണ്ട് അത് അതിനോട് ആൻസറബിളാണ് എന്നോട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒത്തിരി കാരക്കോവി ഇമോഷൻസ് ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ശാന്തമായിട്ട് ദൈവത്തിൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം, വിശ്വസ്തയോട് ചെയ്യണം, ആത്മാർത്ഥതയോട് ചെയ്യണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ ദൈവത്തെ മനസ്സിലാകും നീ വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരാളാണെന്ന്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരു വ്യക്തിയായി എന്നെ വളർത്തണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. യേശുവേ പ്രാർത്ഥനാ വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങൾക്ക് വിശ്വാസ പ്രാർത്ഥനാ വരം നൽകണമേ. യേശുവേ തീവ്രവേദനയിൽ മുഴുകുമ്പോൾ പോലെ തീഷ്ണമായി പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ലുക്ക 10:30 എടുത്ത്. ലുക്ക 10:37. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ലൂക്ക 10:37. അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അതായത് കരുണ ഒരു വാല്യൂ ആണ്. ഇതിൻ്റെ ഉടമ്പടിയുടെ ഒരു വാല്യൂ ആണ് കരുണ. കരുണ എന്തിനു വേണ്ടിയുള്ളതാണ്? കാണിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? കരുണ ചുരുട്ടിക്കെട്ടി പെട്ടിടകത്ത് വെച്ച് അലമാരിയിട്ട് താക്കോലിട്ട് പൂട്ടാനുള്ളതല്ല, കരുണ കാണിക്കാനുള്ളതാണ്. കരുണ ഒരു വാല്യൂ ആണ്. ഈ കരുണ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഉടമ്പടിയോട് കൂടി നിങ്ങളുടെ വസ്ത്രങ്ങൾ പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം പങ്കുവെക്കുന്നു അല്ല പ്രശ്നം. നിങ്ങൾക്ക് കരുണ എന്ന കരുണ എന്ന് പറഞ്ഞാൽ എന്താ? മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള സഭയുടെ എല്ലാ ആൾക്കാരും കരുണയെക്കുറിച്ച് പറയും. കരുണ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? വാട്ട് ഈസ് ഇറ്റ്? കരുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന, സഹിക്കുന്ന സ്നേഹത്തിനാണ് ഈ കരുണയെന്ന് പറയണത്. അർഹതയില്ലാത്ത സ്ഥലത്ത് കൊടുക്കുന്ന, കൈമാറുന്ന സ്നേഹത്തിനാണ് കരുണയെന്ന് പറഞ്ഞ സ്നേഹം തന്നെയാണ്. പക്ഷേ ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രതിഫലത്തിന് എന്താണ്? അവകാശം. അപ്പം പ്രതിഫലത്തിന് അവകാശമില്ലാത്ത വ്യക്തികളുണ്ടാവും സമൂഹത്തിൽ. മനസ്സിലായില്ലേ? പ്രതിഫലത്തിന് അവകാശമില്ലാത്ത, നിങ്ങൾ കരുണ കാണിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തികളുണ്ടാവും. നിങ്ങൾ പറയാം, അവൻ ഞങ്ങളുടെ ഇപ്പം നിങ്ങൾ കുടുംബത്തിൽ തന്നെ വിചാരിച്ചോ, കുടുംബത്തിൽ തന്നെ ഇപ്പം നിങ്ങളുടെ അനിയൻ്റെ അവൾക്ക് പഠിക്കാൻ പൈസ ഇല്ല. അപ്പം നിങ്ങളെന്താ പറയണത്? ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഓഹരി തന്നെയാണ്, അവന് കിട്ടിയ ഓഹരി തന്നെ ഞങ്ങൾക്കും കിട്ടിയത്. അവൻ കുടിച്ച് തേച്ച് മുഴുകി കളഞ്ഞ്. അതിനിപ്പോൾ ഞങ്ങളെന്നാ ചെയ്യാനാണ്? മനസ്സിലായില്ലേ? ചേട്ടൻ അനുജന് തുല്യ പങ്കാളിത്തമാണ് കിട്ടിയിരിക്കണത്. അപ്പം മറ്റും വെള്ളം അടിച്ച് വീശി കളഞ്ഞ് അതിൻ്റെ ഭവിഷ്യത്തായിട്ട് അനുഭവിക്കണം അവൻ്റെ മകളാണ്, അല്ലേ? അവളുടെ മകൾ 1-2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതേസമയം തന്നെ ഞങ്ങളെന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്കും കിട്ടിയ ഓഹരി തന്നെയാണ് അവർക്കും കിട്ടിയത്. അവർക്ക് കിട്ടിയത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത്. അവൻ കുടിച്ച് തേച്ച് കഴിഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യാനാണ്? അവിടെയാണ് പ്രശ്നം. ഇവളെന്താ ഇങ്ങനെ പറയാൻ കാര്യം? അവളെങ്ങാനും സഹായിച്ചാൽ അവളും പഠിച്ച് ഇവളുടെ മകളെപ്പോലെയാകും. അതാകരുത്. അതിനാണ് ഈ ഉടായ്പ് പറയണത്. ആൾ ഉടമ്പടി എടുത്ത് സിൽവർ ഗ്രേയായിട്ട് പറഞ്ഞൊരു കാര്യമില്ലേ? കയ്യിരിപ്പ് മോശമാണ്. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയണത്? ഈ ചേട്ടത്തിയുടെ ചേട്ടൻ്റെ ഭാര്യ ഭർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് കോളേജിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ മാർക്ക് ലിസ്റ്റ് തിരിച്ച് കിട്ടാനോ പൈസ ഇല്ല കൊടുക്കാൻ. അപ്പോൾ അത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഇതൊക്കെ എന്ത് കാര്യം? ഞങ്ങൾക്ക് കിട്ടിയ അത്രയും കാശ് അവർക്ക് കിട്ടിയായിരുന്നു. അനിയെ കുടിച്ച് തേച്ച് കഴുകി കളഞ്ഞിട്ടാണ് അത് നശിപ്പിച്ചത്. അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ്? അവകാശം. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? പ്രതിഫലത്തിന് അവകാശമില്ലാത്തതും സ്നേഹിക്കുന്നവരല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ അർഹതയില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അയൽവാസികളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും. അർഹതയില്ലാത്തവരെ നമ്മൾ സഹായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കൊടുക്കുന്ന, കൈമാറുന്ന, സഹിക്കുന്ന സ്നേഹമാണ് കരുണ. കരുണയെന്ന് പറഞ്ഞ സാധനം ഇല്ല. നമ്മളുടെ ബിബ്ലിക്കലി സ്പീക്കിംഗ് കരുണ, ലോകത്ത് കരുണയുണ്ട് സ്വാഭാവികമായി. ഇപ്പോൾ ഷിബിയൊക്കെ ഉള്ള രാജാക്കന്മാർക്ക് കരുണയുടെ പ്രതീകമായിട്ട് നമ്മുടെ ഭാരത മീമാംസകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് കരുണയാണ്. പക്ഷെ നമ്മളുടെ കരുണയങ്ങ അല്ല അത്. നമ്മളുടെ കരുണ ദൈവപിതാവ് അർഹതയില്ലാത്ത നമ്മളോട് ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് കാണിച്ചൊരു കരുണയുണ്ട്. ആ കരുണയോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ധനങ്ങളും സമയവും സമ്പത്തും കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണമുണ്ട് ദൈവനാമത്തിലുള്ള. അതിനാണ് കരുണയെന്ന് പറയണത്. അപ്പോൾ ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അപ്പം നമ്മളുടെ കരുണയെന്ന് പറയണത്
ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ. ആര്? ഈശോ നമ്മളുടെ പാപത്തിന് പരിഹാരമായിട്ട് പെട്ടുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് വില കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയിട്ട് കാണിച്ചിട്ടുള്ളൊരു കരുണയുണ്ട്. അതുപോലെ നിങ്ങളും പരസ്പരം യോഗ്യത നോക്കാതെ എന്നെ പ്രതി കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദിക്കണത്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതാണ്, കരുണ. അപ്പം ആ രീതിയിൽ കരുണ കാണിച്ച് വളർന്നു കഴിയുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കണത്? നമ്മളെ സത്യസന്ധരാണെന്ന് ദൈവത്തിന് തോന്നും, വിശുദ്ധരാണെന്ന് തോന്നും, ആത്മാർത്ഥമുള്ളവരാണെന്ന് തോന്നും. നിങ്ങളുടെ പല വർക്കുകളും അതെന്താ പ്രശ്നം? ഇപ്പം തന്നെ അതായത് ഉടമ്പടി ഒരു ചൊല്ലുന്ന, അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രവർത്തിച്ചെന്നുള്ള അഭ്യാസം കാണിക്കുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട്. അതാണ് ആ ഉടമ്പടി വർക്ക് ചെയ്യാത്തത്. ഉടമ്പടി നിങ്ങൾ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാൻ പറ്റും നേരത്തെ നീ ആൾ സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. എന്താണ്? അവർ സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ഇതിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 1 പുതുക്കിയിട്ടും 2 പുതുക്കിയിട്ടും എന്തുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റ് ദൈവഭാഗത്തുനിന്ന് ഇല്ലാത്തത്? നമ്മൾ അലങ്ങിയിട്ടില്ല. നമ്മളിപ്പോഴും ഇതിൻ്റെ ഫലം നോക്കിയിരിക്കുകയാണ്. ഓഫർ ലെറ്റർ വന്ന, വിസ വന്ന, പൈസ വന്ന, ബാങ്കുകാരൻ തിരിച്ച് വിളിച്ച് ലോൺ തരുമെന്ന് പറഞ്ഞായിരുന്നല്ല അച്ഛൻ. അവർ ബാങ്കുകാരൻ്റെ ഫോൺ എടുക്കുമ്പോൾ ബാങ്കുകാരനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ പൊന്നുമകളെ നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യ്. നിന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ സുവിശേഷ വേലക്കാരത്തിയായിട്ട് ദൈവസ്നേഹം നിറഞ്ഞ് കർത്താവിൻ്റെ സുവിശേഷ സാക്ഷിയായിട്ട് മാറേ. അപ്പം പിന്നെ അച്ഛൻ്റെ അവിടെ ആവശ്യമില്ല. അതോടുകൂടി കർത്താവ് നിൻ്റെ ഈ വിഷയമല്ല, വരാൻ പോകുന്ന എത്ര വിഷയങ്ങളാണ് ദൈവം നിനക്ക് ചെയ്യാൻ പോണത്. നിനക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ദൈവം ചെയ്യും. ഇപ്പോൾ ഒരു ടീച്ചർ ദിവസം സാക്ഷ്യം പറഞ്ഞില്ല കൊച്ചിന്ന്. ടീച്ചർ പറഞ്ഞ എന്താണ്? എനിക്ക് എൻ്റെ ജോലി പോയി, പക്ഷേ കേരളത്തിൽ എനിക്ക് എൻ്റെ പ്രൊഫഷന് പറ്റിയ ശമ്പളം തരാനുള്ള കമ്പനിയില്ല. പുറത്തോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. അവർ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ്. അവരുടെ പ്രൊഫഷന്, കപ്പാസിറ്റി, ക്വാളിഫിക്കേഷന്, എക്സ്പീരിയൻസിന് പറ്റുന്ന ശമ്പളം തരാൻ പറ്റുന്ന കമ്പനി കേരളത്തിലില്ല. ശമ്പളവും കിട്ടത്തില്ല, പുറത്ത് പോകാൻ താല്പര്യമില്ല. പിന്നെ ഇവരെന്ത് ചെയ്യും? അവർ ഉടമ്പടി എടുത്ത്. അതാണ് സംഭവം. ഉടമ്പടി എടുത്തതിന് ശേഷം അവർ ആ ഉടമ്പടി വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അരുവി ചെയ്തിട്ട് അവർ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കാമെന്ന് ശമ്പളം എഴുതി കാണിക്കും കർത്താവ്. നിങ്ങളെ സാക്ഷ്യം ഒന്ന് നോക്കിയേ, കണ്ടില്ലേ? കേട്ടായിരുന്നോ? അപ്പം നമ്മൾ ഞെട്ടിപ്പോകും ശരിക്കും പറഞ്ഞാൽ. അതായത് അവർക്ക് കേരളത്തിൽ അവർക്ക് ശമ്പളം കിട്ടത്തില്ലെന്നാണ് അവരിപ്പോൾ ധരിച്ചിരിക്കുന്നത്. അത്രയും പ്രൊഫഷന് പറ്റുന്നൊരു ശമ്പളം തരുന്ന കമ്പനി കേരളത്തിലില്ല. അവർക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല. പക്ഷേ അവർ ഉടമ്പെടുത്ത് കഴിയുമ്പോൾ കുർബാന ചെയ്യുന്ന സമയത്ത് കർത്താവ് അന്തരീക്ഷത്തിൽ എഴുതി കാണിക്കും, ഈ ശമ്പളം നിനക്ക് കിട്ടുമെന്ന് പറയും. പിന്നെന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് കമ്പനി കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂവിൽ അതിനുശേഷം അവരുടെ HR വിളിച്ച് കഴിയുമ്പോൾ ശമ്പളം പറയുമ്പോഴാണ് ഇവർ കണ്ണ് നിറഞ്ഞു പോണത്. കർത്താവ് കുർബാനയുടെ സമയത്ത് പറഞ്ഞ ശമ്പളമാണ് തരണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും ഇടിവെട്ടായിട്ടുള്ള ഷാർപ്പ് ഷൂട്ടായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രൂപം നമ്മുടെ ലോകത്തിലുണ്ടാകത്തില്ല. ഞാനിപ്പോൾ നിങ്ങളെ ശാസിക്കുന്നത് മറ്റേ കാനംകാരി ചേടത്തിയെ പോലെ കരയാൻ മാത്രം അറിഞ്ഞിട്ട് അഭ്യാസം കാണിച്ചിട്ട് കണ്ണീര് കൊണ്ട് കർത്താവിനെ പറ്റിക്കാതെ നടക്കത്തില്ല എന്നായി പറയണത്. മര്യാദക്ക് അതിൻ്റെ അരൂപി മനസ്സിലാക്കിയിട്ട് കരുണയും സ്നേഹവും കൊണ്ട് ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നൊരു സമൂഹത്തിൻ്റെ ഭാഗമായി ഉടമ്പടി നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.